തലമുറകൾ കൈയടിച്ച സവിശേഷമായ ആ അനുനാസിക സ്വരത്തിന്റെ വിസ്ഫോടനം. വഞ്ചനയ്ക്കും ചതിക്കും ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാൻ. നല്ല നടനെന്ന് പേരെടുത്തവന്റെ തലവര ഒരിക്കൽ കൂടി മാറ്റിവരയ്ക്കാൻ ദൈവനിയോഗം പോലെ ആ നടന് ചങ്ങാതിമാരെത്തി. ഡയലോഗും ഷോർട്സും തങ്ങൾക്ക് മുമ്പും ശേഷവും എന്ന് എഴുതി ചേർത്ത രണ്ട് പേരിൽ എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ എടുപ്പിൽ, നടന മികവിൽ, സിംഹഗർജനമായ സംഭാഷണങ്ങളിൽ ഫയർ ബ്രാൻഡ് എന്നതിന്റെ മറുവാക്കായ ആ നായകന് അഴകളവുകൾ അത്രമേൽ കൃത്യമായ പോലീസ് വേഷങ്ങൾ. അതിന്റെ എക്കാലത്തെയും ടെക്സ്റ്റ് ബുക്കായ ഭരത് ചന്ദ്രൻ. കമ്മീഷണർ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പേര് ചേരൂ, എനിക്ക് ചേരില്ല. 90കൾക്കൊടുവിൽ അയാൾ വീണ്ടും തന്റെ ക്ലാസ് പ്രേക്ഷകരുടെ കയ്യടി നേടി. അഭിനയ തികവിന്റെ തീച്ചാമുണ്ടിയായ പെരുമലയനെ രാജ്യം ആദരിച്ചത് ദേശീയ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ടായിരുന്നു. എനിക്ക് കഴിയില്ല. ഡെന്നിസ് ചാക്കോച്ചി, വിനയചന്ദ്രൻ, മുഹമ്മദ് സർക്കാർ അയാളുടെ അഭിനയ തിരയാട്ടങ്ങൾ തുടരുക തന്നെയായിരുന്നു. ഇടയിൽ നായകന് വേണ്ടി മാത്രം കൈയടിച്ച ഒരു തലമുറയെ അതുക്ക് മേലെയുള്ള ഒരു പ്രതിനായകന് വേണ്ടിയും കൈയടിപ്പിച്ചു കാലത്തിന്റെ ക്യാമറ. ഞാൻ ചെയ്ത ശരികളിൽ തെറ്റുകളും എന്റെ തെറ്റുകളിൽ ശരികളും. നടനും നക്ഷത്ര നായകനും മാത്രമല്ലാത്ത ഒരാൾ, നാട്യങ്ങളില്ലാത്ത പൊതുപ്രവർത്തകൻ കൂടിയായ ഒരാൾ, വിണ്ണിലെ താരത്തേക്കാൾ മണ്ണിൽ ചവിട്ടി നടക്കാൻ എക്കാലത്തും ഇഷ്ടപ്പെട്ട ഒരാൾ. അതെ, നടനും താരത്തിനുമപ്പുറം സിനിമയിലും ജീവിതത്തിലും ജനനായകനായി മാറിയ മലയാളിയുടെ അഭിമാനം, സാക്ഷാൽ സുരേഷ് ഗോപി.